ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗ്യാക് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നോക്കിയത്. ഈ എപ്പിസോഡിൽ നമുക്ക് ഗ്യാക് ഫ്രൂട്ടിൽ നിന്നുള്ള ഷെയ്ക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ചേർക്കേണ്ട പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റാണ് പാലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പാലിന് പകരം മിൽക്ക് ഫ്രഷ് ക്രീം ചേർത്താലും മതി കേട്ടോ. ഗ്യാക് ഫ്രൂട്ടിന് പ്രത്യേകിച്ച് ഒരു മധുരമോ സോറോ എന്ന് വെച്ചാൽ പുളി രുചിയോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴും ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോഴും അതിൽ ഫ്രൂട്ട്സും നാരങ്ങാനീരും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റിയാക്കി വേണം ഉണ്ടാക്കാനായി. പാവക്കയുടെ കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന ചുവന്ന അരിയൽ പോലെ ഗ്യാക് സീഡിനെ പൊതിഞ്ഞും ചുവന്ന അരിയലുണ്ട്. ഇത് കഴുകിയെടുത്ത വെള്ളവും അതിൻ്റെ പൾപ്പും ഷെയ്ക്കിനായി എടുക്കാം. പോഷകങ്ങളുടെ കലവറയാണെങ്കിലും ഗ്യാക് ഫ്രൂട്ടിൻ്റെ പൾപ്പ് ചേർക്കുമ്പോൾ ചെറിയൊരു കയ്പുണ്ടാവും. അത് മാറ്റാനായി നമ്മളതിൽ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് യൂസ് ചെയ്യണം. നല്ല പഴുത്തതാണെങ്കിൽ മുഴുവൻ പൾപ്പും അതിൽ നിന്ന് പോരും. ഇത് ഷെയ്ക്ക് ഉണ്ടാക്കാൻ ഞാനെടുത്ത ഇൻഗ്രീഡിയൻസ് ആണ്. ഈ ഷെയ്ക്കിൽ ഞാൻ ഗ്യാക് ഫ്രൂട്ടിനോടൊപ്പം ഒരു ഗ്ലാസ് പാലും ഫ്രൂട്ട്സായി കുരുകളഞ്ഞ പേരയ്ക്കയും ആപ്പിളും ഏത്തപ്പഴവും ചേർത്തിട്ടുണ്ട്. പേരയ്ക്കയുടെ കുരുഭാഗം ചേർക്കുകയാണെങ്കിൽ ആദ്യം അതൊന്ന് അടിച്ച് കുരു നീക്കം ചെയ്ത ശേഷം മാത്രമാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ വല്ലാതെ കടിക്കും. ഈ ഫ്രൂട്ട്സിനോടൊപ്പം ഓവർനൈറ്റ് കുതിർത്തിയ കാഷ്നട്ടും ബദാമും ഞാൻ ചേർക്കുന്നുണ്ട്. മധുരത്തിനായി പഞ്ചസാര അല്ലെങ്കിൽ തേൻ ചേർക്കാം. ഡേറ്റ്സ് ഈന്തപ്പഴവും നമുക്ക് ചേർക്കാം കേട്ടോ. ഒരു ഗ്ലാസ് പാലാണ് ഇതിൽ ഞാൻ ചേർക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്കിതുണ്ടാക്കി നോക്കാം. 2 ഗ്യാക് ഫ്രൂട്ട് എടുത്തതിൽ ഒന്നിൻ്റെ പൾപ്പും അരിയലും കൊണ്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി. ബാക്കി ഒന്നിൻ്റെ പൾപ്പും അരിയലിൽ നിന്നുള്ള ജ്യൂസുമാണ് ഇവിടെ നമ്മൾ ഷെയ്ക്കിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കാം. ഓവർനൈറ്റ് കുതിർത്തി വെച്ച കാഷ്നട്ട്, പിന്നെ ബദാം, കുരുകളഞ്ഞ പേരക്ക, ഏത്തപ്പഴം, ആപ്പിൾ, അരിയലിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ച ജ്യൂസ്, പിന്നെ ഒരു ഗ്ലാസ് പാലും ചേർത്തു. പാലിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം. മധുരത്തിനായിട്ട് ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. മധുരം പോരെങ്കിൽ ലാസ്റ്റ് തേൻ ചേർത്ത് കൊടുക്കും. നാരങ്ങനീര് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റാണ് നമ്മൾ ജ്യൂസറിൽ നിന്ന് അടിച്ച ശേഷമാണ് നാരങ്ങനീര് ചേർക്കുന്നത്. പാലിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞു മിൽക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഷെയ്ക്കായിട്ടുണ്ട്. മധുരമൊക്കെ നോക്കി അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് പതിയെ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. മധുരമൊക്കെ ഉണ്ട്. ഇതിന്
കുറച്ചുകൂടി മധുരം ചേർത്താൽ നന്നായിരിക്കും. നന്നായിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ട്. അതിലേക്ക് കുറച്ച് തേനും നാരങ്ങ നീരും ചേർക്കുകയാണ്. ലൈം. അപ്പോൾ നമ്മളുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലാക്കി ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിച്ച ശേഷം ഉപയോഗിക്കാം. നമുക്കിത് ഈ ബൗളിലേക്ക് മാറ്റാം. പോഷകസമ്പന്നമാണ്, യൗവനം നിലനിർത്തുന്നതാണ്, സൗന്ദര്യവർദ്ധകമാണ്, കണ്ണിൻ്റെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിന് അത്യുത്തമമാണ്. ഇത് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് ഒന്ന് അലങ്കരിച്ച് നമുക്ക് ഉപയോഗിക്കാം. സൂപ്പറായില്ലേ? കാണാനും ഭംഗിയാണ്, ടേസ്റ്റും നല്ലതാണ്, പോഷക സമ്പന്നവുമാണ്.